Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 6 വ്യക്തികൾ ചേർന്നിട്ടാണ്. പലരും പേര് വെളിപ്പെടുത്തിയിട്ടില്ല, എങ്കിലും നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെന്നൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ അവരുടെ ബർത്ത്ഡേ ആണല്ലോ. ദൈവമേ, അതിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യം അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവികമായ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, കരമനയിൽ നിന്ന് എഫ് സാം കുമാർ ആൻഡ് ശശി ലേഖ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാം കുമാറിനെയും ശശി ലേഖയും അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അവരുടെ മക്കൾ അർച്ചന സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBS കർത്താവെ നല്ല ഒരു അഡ്മിഷൻ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹ സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ബോർഡ് എക്സാം ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ നന്മകൾ വന്നു ചേരട്ടെ. ദൈവികമായ അനുഗ്രഹങ്ങൾ, ജോലി സംബന്ധമായ അനുഗ്രഹങ്ങൾ, സമാധാനപരമായ അനുഗ്രഹങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, മാവേലിക്കരയിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ കർത്താവെ, എല്ലാ പ്രശ്നത്തിൽ നിന്നും വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. സമാധാനപരമായൊരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ അഹമ്മദാബാദിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ ഭർത്താവിന് കർത്താവ് ഒരു നല്ല ജോലി കർത്താവെ, അത് ഇവിടെയാണെങ്കിൽ നല്ല സാലറിയോടുള്ള ഒരു ജോലി, വിദേശത്താണെങ്കിൽ കർത്താവെ അപ്പോൾ തന്നെ വിസയും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുങ്ങി വരാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഒറീസയിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ ആ കുഞ്ഞിന് ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ശോഭനമേറിയ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ 6 സ്പോൺസേഴ്സിനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ സ്പോൺസേഴ്സിനോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് ചില വിശേഷതകളൊക്കെ നിറഞ്ഞ എപ്പിസോഡാണ്. പല അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ നടുവിൽ നൽകി തരാനായിട്ട് പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ മിറക്കിൾസ് ടുഡേയിലൂടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളുടെ സമാഹാരം തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാനായി പോകുന്നത്. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയ വിടുതലുകൾ നൽകി തരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഏപ്രിൽ മാസം ഈ സഹോദരി പ്രഗ്നൻ്റായ സമയത്ത് 2.5 മാസമായ സമയത്ത് തനിക്ക് ബ്ലീഡിങ് തുടങ്ങി.
ബ്ലീഡിങ് തുടങ്ങിയിട്ട് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരുന്നു, 9-ാം മാസം വരെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞത് ഇങ്ങനെ കയ്യിലിങ്ങനെ ഒരു വലിയ ബ്ലഡിൻ്റെ കട്ട പോലെ അത്രയും ബ്ലഡ് പോകുമായിരുന്നു. ഈ 5 മാസത്തിനുള്ളിൽ 3 തവണ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത്രയും ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് കൊച്ചിന് എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടാകും, അതുകൊണ്ട് വളരെ റിസ്ക് ആണെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഈ മകളെ ബെഡിൽ കിടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ഈ കുളിപ്പിക്കൽ എല്ലാ പരിപാടികളെല്ലാം ഈ മാതാവ് തന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഓഗസ്റ്റ് മാസം ഇവർ ആ സമയത്ത് ആ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഇവർ ആ TV പ്രോഗ്രാം കാണുന്ന സമയത്ത് ബ്രദർ ടിവിയിലൂടെ ബ്ലീഡിംഗ് ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അവരത് കഴിഞ്ഞ് 6-ാം തീയതി രാത്രിയോടുകൂടി ആ ബ്ലീഡിംഗ് പൂർണ്ണമായും സൗഖ്യമായി. അതിനുശേഷം ആ ഒരു ബ്ലീഡിങ് പിന്നെ വന്നിട്ട് ഡോക്ടേഴ്സ് സഹോദരിയോട് ഞാൻ ചോദിച്ചു, ഈ 9 മാസം വരെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു, അതിനുശേഷമൊക്കെ കിടന്നു തന്നെയാണോ അമ്മ ഇങ്ങനെ കുളിപ്പിക്കുന്നതൊക്കെ ചോദിച്ചപ്പോൾ സഹോദരി പറഞ്ഞു ഇല്ല, 7-ാം മാസമൊക്കെ ആയപ്പോൾ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് കുളിക്കാനും പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് ഡിഫക്റ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നേ. എന്നാൽ ഇവർ പറയുന്ന ഈ ഒരു കൊച്ചൊരു അത്ഭുത കൊച്ചാണ്. 1-ാമത്തെ മാസമായപ്പോൾ ഈ കുഞ്ഞ് കമന്ന് വീണു. 1-ാം മാസം കമന്ന് വീണു. 3-ാം മാസമായപ്പോൾ പല്ല് വന്നു. ഇപ്പൊ വാ നിറയെ 4-ാം മാസം മുട്ടിലഴയാൻ തുടങ്ങി. ഇതിപ്പോ കൈയും കാലും എല്ലാ അവയവങ്ങളും ഉണ്ട്. ആള് ഓവർ സ്മാർട്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ അടുത്തുകൂടി പോയപ്പോ എന്റെ ബാഡ്ജ് പിടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ശ്രമിച്ചാണ് അത് ബാഡ്ജ് പിടിപ്പിച്ച്. അത്രയും സ്മാർട്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നിട്ടില്ല, നടക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ കുഞ്ഞ് വളരെ കർത്താവ് കൊടുത്തൊരു അത്ഭുത കുഞ്ഞാണത്. എനിക്ക് തോന്നുന്ന കർത്താവ് വാശിക്ക് ചെയ്തതായിരിക്കും. കാരണം ഡോക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ദൈവം ഉണ്ട്, കണ്ണുനീര് കാണുന്ന പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് തെളിയിക്കണ്ടേ? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഈ യേശു വെളിപ്പെടും. ഈ കുടുംബത്തിൽ അത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും, നമുക്ക് വേണ്ടി എത്ര പേര് അത് വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ അടിച്ച് ഈ അത്ഭുതം പ്രവർത്തിച്ച യേശുവിന്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അത്ഭുതം കൂടെ നടന്നു. കഴിഞ്ഞ ജനുവരി 28-ാം തീയതി ആ കുഞ്ഞിന്റെ 2 കണ്ണിലും ചുവന്ന കളറ് വന്നിട്ട് ഭയങ്കര കടുത്ത ചുവന്ന കളറ് ഇങ്ങനെ വന്നു. ഇറിറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു കുഞ്ഞിന്. അതുപോലെ ഈ സഹോദരിക്കും അതിന് 2-3 ദിവസത്തിന് മുമ്പ് തന്നെ കണ്ണിലിങ്ങനെ കുരു പോലെ സ്വെല്ലിംഗ് ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ഈ അമ്മയ്ക്ക് കൊളസ്ട്രോൾ കൂടിയിട്ട് അമ്മയ്ക്കും കണ്ണിനകത്ത് കുരുകൾ പോലെ വന്നിരുന്നു. എല്ലാവർക്കും ആയി. ഈ ജനുവരി 28-ാം തീയതി ബ്രദർ TV-യിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിന് അസുഖമുള്ള ആളുകളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം അവർ പറഞ്ഞത് ആ സമയത്ത് ഏറ്റവും ആദ്യം പറഞ്ഞത് അതായിരുന്നു അന്നത്തെ പ്രോഗ്രാമിൽ. കണ്ണുകളിൽ അലർജിയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും. കണ്ണുകളിൽ ചില പരിക്കൾ പോലെയോ കുരുക്കൾ പോലെയോ ചുവന്ന നിറത്തിലൊക്കെ വന്ന് കണ്ണ് തുറക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ അലർജികൾ സൗഖ്യമാകട്ടെ. ആ സമയത്ത് ആ കുഞ്ഞിന്റെ കണ്ണിലെ 2 കണ്ണുകളിലെ ചുവന്ന പാട് അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. ഇവൻ യേശു തൊട്ട കുഞ്ഞാണല്ലോ. അതെ, നിന്നൊന്ന് തൊട്ടോട്ടെ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞത് ആ സഹോദരിക്കും സൗഖ്യമായി, അമ്മയ്ക്കും ആ കുരുക്കളെല്ലാം അന്ന് തന്നെ സൗഖ്യമായി എന്നാ പറയുന്നത്. അത് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ, അപ്പോൾ തന്നെ സൗഖ്യമായി. അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഈ അമ്മയ്ക്ക് 2013 നവംബർ മാസത്തിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അമ്മയ്ക്ക് കാലിന് സാരമായ തകരാറുകൾ പറ്റി. കാലിന് കടുത്ത നീര് വന്നു, അതിനുള്ളിൽ ഫ്ലൂയിഡ് എല്ലാം കെട്ടിക്കിടന്നിട്ട് അതെല്ലാം MRI ചെയ്യണം, അത് കുത്തിയെടുത്തിട്ട് കുറെ ടെസ്റ്റുകളൊക്കെ അവർ പറഞ്ഞിരുന്നു. ആ നവംബർ മാസത്തിന് 2013 നവംബർ മാസത്തിന് ശേഷം ഈ അമ്മയ്ക്ക് കാല് മടക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പോലും വലിയ പ്രയാസമായിരുന്നു കാല് മടക്കി. ഈ ജനുവരി 28-ാം തീയതി ബ്രദർ ആ TV-യിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ആ കാലിനും സൗഖ്യം കിട്ടി. ഇപ്പോൾ അമ്മയ്ക്ക് കാലിന് ഒരു വേദന പോലും ഇല്ലാതെ ഏകദേശം കുറച്ചധികം മാസങ്ങൾ ആ അമ്മയ്ക്ക് കാല് മടക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് കാല് മടക്കാം, യാതൊരു പ്രശ്നവുമില്ല. പരിപൂർണമായും കർത്താവ് അതും സൗഖ്യമാക്കി. അമ്മയോടൊന്ന് ചോദിച്ചേ, ഈ ശരിയാണോ അമ്മ? കാലിന് തീർച്ചയായിട്ടും കാലിന് സൗഖ്യം കിട്ടി. മൈ ഗോഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു വസായിയിൽ യേശു ഉണ്ട്. ദൈവമേ, സങ്കീർത്തനങ്ങൾ ഞങ്ങൾ വായിക്കുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും അങ്ങ് വിടുവിച്ചു. രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. കൈകൾ 2 ഉയർത്തി എല്ലാവരും ഒന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാമോ?
ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളിലും യേശു ഒരു സങ്കല്പമല്ല, ഒരു വിശ്വാസമല്ല, ഒരു അനുഭവമായി യാഥാർത്ഥ്യമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് മേൽക്കുമേൽ അനുഗ്രഹിക്കണമേ. തിരുനാമത്തിൽ കർത്താവേ, ഈ മോളെയും ഈ കുഞ്ഞിനെയും അമ്മയെയും ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം എത്ര വലിയ ദൈവമാണ്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ഇവരാ സാക്ഷ്യം അവിടെ പറയുമ്പോൾ സത്യത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ചില ബ്രദർ ഡാമിൻ പറഞ്ഞ വാക്കുകളൊക്കെ കൊണ്ട് നമുക്ക് ചില കാര്യത്തിലൊക്കെ ഒരു ചിരി തോന്നിയെങ്കിൽ കൂടിയും അതിൽ ദൈവത്തിൻ്റെ കരസ്പർശനം അതിനകത്തുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്കൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിക്കും. ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ വിശ്വസിക്കുമ്പോൾ യേശു കർത്താവ് ഈ 2014 തന്നെ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അത്തരമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളില്ലാത്തവർ എവിടെയാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിനടുക്കിലേക്ക് വന്നാലും, ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരുപക്ഷെ ഇന്നത്തെ പ്രോഗ്രാം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയുടെ വെബ്സൈറ്റിലൂടെ നെറ്റിലൂടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ ഒക്കെ സ്ക്രീനിൻ്റെ അടുക്കിലേക്ക് വന്നാലും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാലും, കൈകൾ ഈ സ്ക്രീനിൽ നേരേക്ക് നീട്ടിയാൽ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഓരോ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയോ വർഷങ്ങളായി, മാസങ്ങളായി കർത്താവെ അവരുടെ ഹൃദയത്തിനകത്ത് കർത്താവെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പോലുള്ള ഭാരങ്ങൾ, ആ സങ്കടങ്ങൾ, ആ വിഷമങ്ങൾ ഇപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ വിട്ട് മാറിപ്പോകട്ടെ. ദൈവികമായ സമാധാനത്തെ ഈ ഹൃദയങ്ങൾക്കകത്തേക്ക് ഞാനിപ്പോൾ പകരുന്നു കർത്താവെ. ചില ആളുകൾ ഫംഗ്ഷനുകളിൽ പോകാറില്ല, ചില ആളുകൾ ബന്ധുക്കളുടെ പരിപാടികൾ നടക്കുമ്പോൾ അതിനിടയിൽ പോകാറില്ല, ആളുകൾ കൂടുന്നിടത്ത് പോകാറില്ല. കാരണം കുഞ്ഞുങ്ങളില്ലാത്ത മനോവിഷമം നിമിത്തം നിങ്ങളെപ്പോഴും വീട്ടിനകത്തിരിക്കുകയാണ്. ഒരു അത്ഭുതം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രതീക്ഷിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുറ്റപ്പെടുത്തലുകൾ കേട്ട് വിങ്ങി പൊട്ടിക്കരയുന്ന ചിലരെ കർത്താവ് കാണുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തതിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ തന്നെ ആ ഹൃദയങ്ങളിലേക്ക് ദൈവികമായ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിക്കടിയായുള്ള മിസ്കാരേജിലൂടെ, ഗർഭചിത്രത്തിലൂടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുമായി നിൽക്കുന്ന ചിലരെ കാണുന്നു. കർത്താവെ, ഇപ്പോൾ ആ വ്യക്തികളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഈ എല്ലാ വ്യക്തികൾക്കും കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് പിറക്കട്ടെ. അത്ഭുതകരമായി അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ യേശുവേ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരിമാരെ ഞാൻ അമ്മമാരായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരന്മാരെ അച്ഛന്മാരായി ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കട്ടെ കർത്താവെ. ഇവരുടെ ആന്തരിക അവയവങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ. രോഗസൗഖ്യം ഉണ്ടാകട്ടെ. ഡോക്ടേഴ്സ് ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈദ്യശാസ്ത്രത്തിന് അപ്രാപ്യമായ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹന്നയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവെ, സേറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവെ, എലിസബത്തിന് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവെ, ഒരു അത്ഭുതം ഈ ഓരോ സഹോദരിമാർക്ക് വേണ്ടിയും അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറായോട് പറഞ്ഞ പോലെ അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഇവരിൽ പലർക്കും അടുത്ത വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ കുഞ്ഞു പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. അങ്ങ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്തതായി പാലക്കാട് നിന്ന് ശ്രീധർ എന്ന പേരുള്ള മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നാം കേൾക്കാനായിട്ട് പോകുന്നത്. ബ്രദറായി നിൽക്കുന്ന സഹോദരൻ്റെ പേര് ശ്രീധർ ജോൺ എന്നാണ്. താൻ വരുന്ന പുത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് സ്ഥലം. ഇദ്ദേഹം ഒരു കൃഷിപ്പണിക്കാരനാണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 2012 തനിക്കൊരു റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി. ആ സമയത്ത് ഒരു പെട്ടി ഓട്ടോറിക്ഷ വന്ന് തന്നെ ഇടിക്കുകയും തൻ്റെ ഇടത്തെ ഷോൾഡറിൽ എല്ല് പിളർന്നു. ഈ ഭാഗത്ത് ഇടത്തെ ഷോൾഡറിലെ എല്ല് പൊട്ടി അതിങ്ങനെ പിളർന്നു.
എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇതിൽ വ്യക്തമായത് ഏറ്റവും ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ ആക്സിഡൻ്റ് ഉണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോൾ അതിൽ വ്യക്തമായി കാണുന്നുണ്ട്. ആ എല്ല് പിളർന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും രണ്ടെണ്ണത്തിലും. ഓക്കെ, എല്ല് പൊട്ടി പിളർന്നിരിക്കുന്നു. അതെ. ഓൾ റൈറ്റ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനുശേഷം ഇദ്ദേഹം പറയുന്നത് കോയമ്പത്തൂരുള്ള ഗംഗ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു, പക്ഷേ അത് കൂടുന്നില്ല, അതുപോലെ വല്ലാത്തൊരു പ്രശ്നത്തിലായിരുന്നു. അത് ഞാൻ ചോദിച്ചത് അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായെന്ന് അദ്ദേഹം പറഞ്ഞത്, താനിങ്ങനെ ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ തൻ്റെ വിരൽ ആ എല്ല് പിളർന്നതിൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് കടക്കുമായിരുന്നു. ഇതിൻ്റെ ഭാഗത്ത് പൊട്ടിയിരിക്കുന്ന വേർപെട്ടിരിക്കുന്ന അസ്ഥിയുടെ ഇടയിലൂടെ ഇങ്ങനെ കൈ കയറുമായിരുന്നു. തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ ഈ വിരലകത്തേക്ക് കയറുമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഭാരമുള്ളത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ഇദ്ദേഹം സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ജോലിക്കാരും ഉണ്ടാവും, പക്ഷേ ഇദ്ദേഹം അതിൻ്റെ കൂടെ നിന്ന് പണിയെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ആക്സിഡൻറ്റിന് ശേഷം അത് ചെയ്യാൻ പറ്റില്ല. ഇത് 2012 ഇത് നടക്കുന്നത്. അന്നത്തെ ചികിത്സയിലൊന്നും ഇത് പൂർണ്ണമായി എല്ലാം ഒരുമിച്ചായില്ല. ഇദ്ദേഹം പറയുന്നത് കൈ ശരിക്കും ഉയർത്തുവാൻ സാധിക്കില്ല, അതികഠിനമായ വേദനയായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഒരു സഹോദരൻ കൂടിയാണ്. ഈ വർഷം, അതായത് 1.5 വർഷത്തോളം ഈ പ്രശ്നം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 2.5 വർഷം പൊട്ടിയ എല്ലുമായിട്ടാണ് താൻ ജീവിച്ചത്. 2012 മെയ് മാസത്തിലാണ് ആക്സിഡന്റ് നടന്നത്. പക്ഷേ 13-ലായിട്ടും സൗഖ്യമായില്ല. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഫെബ്രുവരി മാസം ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഫെബ്രുവരി എന്ന് പറയുന്നത് ഇതേ മാസം തന്നെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ ഷോൾഡറിന്റെ ബോൺ പിളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. ഏതൊരു നീണ്ട അസ്ഥിയിൽ നടുവെ പിളർന്നിട്ടുള്ളൊരു ഭാഗത്ത് ഏത് സർജറി കഴിഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, പക്ഷേ അത് ഹീലാകാതെ നീണ്ട ഒരു അസ്ഥിയാണ്. ഇങ്ങനെ വട്ടത്തിലല്ല ഒടിഞ്ഞിരിക്കുന്നത്, പക്ഷേ നീളത്തിൽ പൊട്ടിയിരിക്കുന്നു. അവിടെ ഒരു ദൈവിക രോഗസൗഖ്യം നടക്കുന്ന ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ ആ വ്യക്തിയിൽ ആ രോഗസൗഖ്യം നടക്കട്ടെ. ഇദ്ദേഹം പറയുന്നത് ഞാൻ തന്നെയാണെന്ന് പറയാം. ആ സമയത്ത് ഒരു തണുത്ത ഇളം കാറ്റ് തൻ്റെ ശരീരത്തെ പൊതിയുന്നതായി തനിക്ക് തോന്നി. ആ സമയത്ത് തൻ്റെ ശരീരം മുഴുവൻ പൊതിയുന്നതായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അത് സംഭവിച്ചു, പക്ഷെ ഇതെങ്ങനെ മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു പിന്നീട് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ഇവിടെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഈ വിരലകത്തേക്ക് പോകുന്നുണ്ടോ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എൻ്റെ വിരലകത്തേക്ക് കടക്കുന്നില്ല. അന്നത്തെ പ്രാർത്ഥനയിൽ യേശു ചെയ്തതെന്ന് പറഞ്ഞത് പിളർന്നിരിക്കുന്ന എല്ലുകളെ ദൈവം ഒരുമിപ്പിച്ചു ചേർത്തു. കാരണം ദൈവത്തിൻ്റെ ഒരു വചനം പറയുന്നത് നീതിമാന്റെ അസ്ഥി ഇളം പുല്ല് പോലെ തളിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ബ്രദറിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തു. ആ 2012 മുതൽ താൻ അനുഭവിച്ച ആ പ്രശ്നങ്ങൾ പിന്നെ ഇല്ല. ഇപ്പോൾ തനിക്ക് ഭാരമെടുക്കാം, തനിക്ക് തൻ്റെ സ്ഥലത്ത് ജോലി എടുക്കാം, ഒരു പ്രശ്നവുമില്ല. കൈകളിങ്ങനെ അടിക്കാൻ സാധിക്കത്തില്ല, പൊക്കാൻ പറ്റില്ല. ഇന്ന് അതെല്ലാം അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കുന്നു. യേശു പൂർണ്ണമായും സൗഖ്യമാക്കിയിട്ട ഇദ്ദേഹത്തെ ഇന്ന് ബ്രദറിന്റെ അടുക്കൽ പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിർത്തിയിരിക്കുന്നത്. എത്ര ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് ഉണ്ടായത്? എത്ര ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്? 2013 അല്ല, ഈ സൗഖ്യം നടന്നത് ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി. ഇന്ന് 22 ഒരു 11 ദിവസങ്ങൾക്ക് മുമ്പ്, 10-11 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ആ സമയത്തുള്ള അനുഭവം ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷേ സ്വന്തം വായിൽ നിന്ന് കൂടെ ഞങ്ങൾക്കൊന്ന് കേൾക്കണം. എന്താണ് ആ സമയത്ത് അനുഭവിച്ചത്? ഞാൻ അന്ന് എപ്പോഴും ഏർലി മോർണിംഗ് ഞാൻ വന്നിട്ട് 5 മണിക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് എൻ്റെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അപ്പോഴും ഈ പ്രോഗ്രാം കഴിയുന്നവരെ ഞാൻ ബെഡിൽ നിന്ന് പുറത്തു വരില്ല. പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ ജോലിക്കൊക്കെ ഞാൻ തുടങ്ങുക. അപ്പോൾ അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അസ്വസ്ഥതയിൽ ഞാൻ ഒരു കട്ടനിട്ട് കുടിച്ചിട്ട്, ഞാൻ വീട്ടിൽ തനിച്ചാണ്, കുടുംബമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കുടിച്ചിട്ട് അടുക്കളൻ്റെ ഭാഗത്തൂടെ ജനലിൽ ബ്രദറെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ആ ജനലിൽ കൂടെ നോക്കി പ്രാർത്ഥിക്കാൻ, ദൈവമേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഓരോ സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടല്ലോ, ബ്രദറെ പറയുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്താണ് ദൈവം പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അസ്വസ്ഥപ്പെട്ടിട്ട് ഇന്ന് പ്രാർത്ഥിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ബ്രദർ പറയണേ നിങ്ങളെ ഷോൾഡർ ബോൺ മുറിഞ്ഞവന് ദൈവം സൗഖ്യം. എന്നിട്ട് പ്രത്യേകം പറയണേ മുറിഞ്ഞതല്ല, ഇങ്ങനെ പിളർന്നതാണെന്ന് പറഞ്ഞാൽ ബ്രദർ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കാണിക്കുക. ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ ബാഗ് കൂടെ ഒരു ഇളം തെന്നൽ കാറ്റ് അങ്ങനെ തഴുകുന്ന മാതിരി ഇങ്ങനെ തോന്നുക. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാറ്റൊന്നുമില്ല. അന്ന് 2 ദിവസം വളരെ കാറ്റ് അടച്ചിരിക്കുന്ന സമയമായിരുന്നു. ഈ ഇടത്ത് കൈ കൊണ്ട് കൂടുതൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഇവിടെ തന്നെ കൂടിയിരിക്കുക.
ഓ, അതിങ്ങനെ കൂടിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ വരല അങ്ങനെ താത്തുമായിരുന്നു. ആയിക്കോട്ടെ, ഓക്കെ, ഇങ്ങനെ രണ്ട് പിളർന്ന് ഇങ്ങനെ താത്തുമായിരുന്നു. ഈ രണ്ട് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ ഈ വരൽ ഇത്രയും താത്തുമായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് ഫീൽ ചെയ്തോണ്ട് നോക്കും. ഇതങ്ങനെ പ്രയറിൽ എല്ലാവർക്കും സൗഖ്യം പറഞ്ഞു, ആർത്തറ്റിക് നോയകളൊക്കെ ദൈവം സൗഖ്യമാക്കും. അപ്പോൾ എൻ്റെ ഈ എല്ലാം ഒന്ന് സൗഖ്യമാക്കി തന്നാലല്ലേ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവമേ, എനിക്ക് എപ്പോഴാണ് ഈ സൗഖ്യം കിട്ടുക എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ആയിരിക്കും. ഈ കൈ എങ്ങനെയായിരിക്കും? ഈ കൈ ഇവിടെ വെച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കൊണ്ടിരിക്കുക. രോഗസൗഖ്യം മാത്രമല്ല, പിന്നെ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പണം വേണമല്ലോ, സ്ഥലം വിറ്റിട്ട് വേണം വിവാഹം നടത്താൻ വേണ്ടി. പക്ഷേ ആ സ്ഥലം 7 പേരുടെ പേരിലാണ്. ഓക്കെ, അപ്പോൾ 7 പേരുടെ പേരിലായതുകൊണ്ട് അതിൽ 3 പേർ ഒപ്പിടാതെ ഇത് വിൽക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ചെയ്തത്, ഇദ്ദേഹം നേരെ നമ്മുടെ പ്രയർ കോൾ സെൻറ്ററിൽ വിളിക്കുകയും ഈ ഫെബ്രുവരിയിൽ തന്നെയാണ് കോൾ സെൻറ്ററിൽ വിളിച്ചത്. അതേ മാസം, ഈ മാസം തന്നെ 16/2/14 ഈ 3 പേരും ഒപ്പിട്ട് കൊടുക്കുകയും ഈ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, മകളുടെ വിവാഹം എല്ലാം റെഡിയായി, എല്ലാം ശരിയായി. കർത്താവിൻ്റെ ആ കൃപയും തൻ്റെ മകന് ലഭിച്ചു. രോഗസൗഖ്യം മാത്രമല്ല, മകളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു. കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ കരങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ സഹോദരന് കൊടുത്ത അത്ഭുതകരമായ 2 സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു. അതിനാൽ കർത്താവെ, അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാനും അങ്ങ് ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ വായി തുറക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്നതുപോലെ നിങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് ഇപ്പോൾ എല്ലാവരും യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിരുന്നു അത്. കർത്താവ് കൊടുത്ത സൗഖ്യം. ആക്സിഡൻറ്റിലൂടെ തോളലിൽ സാരമായ തകരാറുകൾ സംഭവിച്ചിട്ട് ഒരൊറ്റ നിമിഷത്തെ പ്രാർത്ഥനയിൽ കർത്താവ് അത്ഭുതം ചെയ്തു. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്, അസ്ഥിക്കുള്ള തകരാറുകളൊക്കെ ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ? നിശ്ചയമായിട്ടും 100% വിശ്വസിക്കുക. കർത്താവിന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഇപ്പോൾ വീടുകളിൽ ഇതുപോലെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ചിലത് ചെയ്യാൻ സാധിക്കാതെ, ജോലിക്ക് പോകാൻ സാധിക്കാതെ ഒക്കെ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിട്ട് വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ക്രീനിൻ്റെ അടുക്കിലേക്ക് വന്ന് കൈകൾ നീട്ടി പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും, കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റ് നിമിത്തമായി കർത്താവെ വല്ലാത്ത വേദനയിലൂടെ പോകുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൈകാലുകൾ ഇപ്പോൾ ചലിക്കപ്പെടട്ടെ. കർത്താവെ, അസ്ഥിയുടെ തകരാറുകൾ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. ഡിസ്കിൻ്റെ തകരാറുകൾ പരിഹരിക്കപ്പെടട്ടെ. നട്ടലിൻ്റെ കശേരുകൾ അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് അത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തേയ്മാനങ്ങൾ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. അതുപോലെ സ്റ്റീലിൻ്റെ കമ്പിയോ മറ്റു കാര്യങ്ങളൊക്കെ അസ്ഥിയോട് ചേർന്ന് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ടായിരിക്കും, ഓപ്പറേഷനിലൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്തരം രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിലായിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഇതാ സൗഖ്യമാകുകയാണ്. വീൽ ചെയറിൽ നിന്ന് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളുടെ കൈകൾ, കാലുകൾ ഇപ്പോൾ തന്നെ ചലിക്കാനായി തുടങ്ങട്ടെ. വ്യത്യാസങ്ങൾ വരുവാനായി തുടങ്ങട്ടെ. മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അത്ഭുതകരമായി ഓരോ വ്യക്തികളെയും തൊട്ട് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠന സംബന്ധമായി ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ വ്യത്യാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി
പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്നു ചേരട്ടെ. ഈ വർഷത്തെ അവരുടെ എക്സാം അവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ചോദ്യത്തിനും ശരിയായ വിധത്തിൽ ഉത്തരങ്ങൾ എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അവർ പഠിച്ചതെല്ലാം അവരെ ഓർമ്മിപ്പിച്ച് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ വിദ്യാർത്ഥികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഈ വരുന്ന 31-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥന നമ്മുടെ പ്രേയർ കോൾ സെൻറ്ററിലുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രേയർ കോൾ സെൻറ്ററിലെ നമ്പറിലേക്ക് 0484222111 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടണം. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും, അപ്പോൾ അടുത്ത വർഷത്തെ അധ്യയനത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് പറയാം, വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ബ്രദർ ഡാമിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ള പുസ്തകമാണ്. അപ്പോൾ തന്നെ മാതാപിതാക്കൾ വായിച്ചിരുന്നത് വളരെ നല്ലതാണ്. എല്ലാ ടീച്ചേഴ്സും ഇത് വായിച്ചിരിക്കേണ്ടതാണ്. ദീർഘനാളത്തെ അധ്യാപന പരിചയത്തിൽ നിന്നാണ് ബ്രദർ ഡാമിയൻ വളരെ പ്രാക്ടിക്കൽ വേയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും ഈ പുസ്തകം കൈവശമാക്കണം. സ്കൂളുകൾ, പ്രിൻസിപ്പൽമാർ, അതുപോലെ തന്നെ സ്കൂൾ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. ഈ ആഴ്ചയിൽ എറണാകുളം ജില്ലയിലെ പട്ടണമായ കോതമംഗലത്തും അതുപോലെ കോട്ടയം ജില്ലയിലെ മറ്റൊരു ചെറുപട്ടണമായ കറുകച്ചാലിലുമാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന. ഈ 2 ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നത് ആരെയാണ്? Whom did Jonathan loved as his own soul? Options: A. Akish, B. David, C. Eliab, D. Shaul. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.